Now we are going to look about National Early Warning Score or NEWS. This is to determine the severity of a patient's illness. ക്രിട്ടിക്കൽ കെയർ റിക്വയർ ചെയ്യുന്ന പേഷ്യൻറ്റിന് എത്രമാത്രം ഇൽനെസ് ഉണ്ടെന്നുള്ളതാണ് ഇതുവഴി ചെക്ക് ചെയ്യുന്നത്. Let's see things which coming under this. First one is respiratory rate. Second, oxygen saturation. Third, temperature. Fourth, systolic BP. Fifth one, pulse rate. And the last is level of consciousness. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. വോയിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അലേർട്ടാണോ എന്ന് നോക്കുക, പെയിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, പേഷ്യൻ്റ് കോൺഷ്യസ് ആണോ എന്ന് നോക്കുക. Now we are going to see site of injection. ഏതൊക്കെ സൈറ്റാണ് നമ്മൾ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെൻട്രോഗ്ലൂട്ടിയൽ. വെൻട്രോഗ്ലൂട്ടിയലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് ഫ്രീ ഫ്രം മേജർ ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെൻട്രോഗ്ലൂട്ടിയൽ മസിൽ ഈസ് വെരി ലാർജ് ആൻഡ് വെൽ ഡിഫൈൻഡ്. നമുക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ്സ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സൈറ്റ് ഫോർ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ, അതായത് റൈറ്റ് ചോയ്സ് ഓഫ് ഇഞ്ചക്ഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് ഡെൽറ്റോയിഡ് മസിൽസ്. ഡെൽറ്റോയിഡ് മസിൽസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഇറ്റ്സ് ഈസിലി ആക്സസിബിൾ, വിച്ച് മീൻസ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ദെൻ ലൊക്കേഷൻ, ദിസ് ഈസ് 2.5 to 5 centimeter ബിലോ അക്രോമിയൻ പ്രോസസ്. ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. Now the major thing we have to remember is that avoid radial and brachial nerves. ഇതിൻ്റെ പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, കാരണം ഇവയെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട്. നെക്സ്റ്റ്, ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഇഞ്ചക്ഷൻ ക്യാൻ ബി ഗിവൺ അറ്റ് ദിസ് സൈറ്റ്? ദ എമൗണ്ട് ഈസ് മാക്സിമം 1 ml വോളിയം. ഇത്രയും കാര്യങ്ങളാണ് ഡെൽറ്റോയിഡ് മസിൽസിൽ ഓർത്തിരിക്കേണ്ടത്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, അതായത് ഡോർസോഗ്ലൂട്ടിയൽ, ദറ്റ് ഈസ് ദ ബട്ടക് മസിൽസ്. ദ ഫോമർ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ, നൗ വി ആർ നോട്ട് യൂസിങ് ഇറ്റ്. ഇതങ്ങനെ തന്നെ ഓർത്തിരിക്കുക, കാരണം ഇതിനകത്തുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സയാറ്റിക് നെർവ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ അവോയ്ഡ് സയാറ്റിക് നെർവ് ഇഞ്ചുറി. വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ്, ദിസ് ഹാസ് ദ ലോവസ്റ്റ് ഡ്രഗ് അബ്സോർപ്ഷൻ റേറ്റ്. അതിൻ്റെ അർത്ഥം ഈ സൈറ്റിൽ നിന്ന് ഡ്രഗ് പതിയെ അബ്സോർബ് ആകത്തുള്ളൂ. അപ്പോൾ എമർജൻസി ആയിട്ടൊന്നും ഈ സൈറ്റിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് വോളിയം, അതായത് എന്തുമാത്രം നമുക്ക് കൊടുക്കാം. ഒരു അഡൾട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ വി ക്യാൻ ഗിവ് അപ് ടു 4 ml അറ്റ് വൺസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സൈറ്റിൽ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് സൈറ്റ് ഈസ് റെക്ടസ് ഫെമോറിസ്. ഡീപ്പായിട്ട് IM കൊടുക്കണമെങ്കിൽ വി യൂഷ്വലി ചൂസ് ദിസ്. സോ റിമെമ്പർ, ഡീപ്പ് IM ആൻഡ് ഓൾസോ ഇസ് ദ ട്രാക്ക്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് റെക്ടസ് ഫെമോറിസ് ആണ് ഉപയോഗിക്കുന്നത്. ഒബ്വിയസ്ലി ദിസ് ഈസ് വെരി റെയർലി യൂസ്ഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ഈസിലി ആക്സസബിൾ ഫോർ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ഓൾസോ ഫോർ ഇൻഫൻസ്. അതായത് സ്വന്തമായിട്ടും ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിലും കൊച്ചു കുട്ടികൾക്കും ഇഞ്ചക്ഷൻ എടുക്കാനും ഈ സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് വാസ്റ്റസ് ലാറ്ററാൽസ്. This is used for deep IM and also is a track. This is also easily accessible. Characteristics നോക്കിയാൽ no major blood vessels or nerves. ഈ സൈറ്റിൽ മേജർ ബ്ലഡ് വെസൽസോ നെർവ്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വാസ്റ്റസ് ലാറ്ററാൽസിൻ്റെ കേസിൽ ഇതിൻ്റെ സൈറ്റിൽ വേറെ ബ്ലഡ് വെസൽസ്, നെർവ്സ്, മസിൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ഫോർ ഒബീസ് പേഷ്യൻസ്. ഒരുപാട് വണ്ണമുള്ള പേഷ്യൻസ് ചൂസ് ചെയ്യാൻ പറ്റിയ സൈറ്റാണ് ഇത്. വി ക്യാൻ ഗിവ് അപ് ടു 5 ml. മെയിനായിട്ട് ഓർക്കേണ്ടത് ഒബീസ് പേഷ്യൻ്റ് യൂസ് ചെയ്യുന്ന സൈറ്റാണ് വാസ്റ്റസ് ലാറ്ററാൽസ്. നെക്സ്റ്റ് ഈസ് യെല്ലോ കാർഡ് സ്കീം. The yellow card scheme helps to monitor the safety of all products used in UK to make sure that they are safe for patients. Also, they are safe for the ones who used. Secondly, they collect information for all suspected problems. So, എന്തൊക്കെ സസ്പെക്റ്റഡ് പ്രോബ്ലംസ് ആണ് കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. Usually about side effects and drug reaction. Secondly, they collect medical device adverse event.
ഏതെങ്കിലും മെഡിക്കൽ എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഡിഫക്റ്റീവ് മെഡിസിൻ. മെഡിസിൻ നോട്ട് ഗിവിംഗ് 100% റിസൾട്ട്, വാട്ട്സ് ഡിമാൻഡിങ് ആൻഡ് നോട്ട് ഗിവിംഗ് പ്രോപ്പർ റിസൾട്ട്. The next one is counterfeit medications or medical devices. And the last one is safety concerns for electronic cigarettes. യെല്ലോ കാർഡ് സ്കീം വഴി അവർ മോണിറ്റർ ചെയ്യുന്നത് ഇതൊക്കെ ആണ്. They make sure that every product which is used in the medical field for the patients and the person who is using safe and monitor based thing if any problems are involved. Next topic is infection prevention and control. How to prevent infection? How to control infection? Look at the main terms under this. The first one is about infectious agents. What is infectious agent? Infectious agents transmit one person to another person or from an environment to person. One to one person or environment to person. ഒന്നുകിൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ് പാത്തജൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൊളോണൈസേഷൻ. Its microorganism is present in a human being but not causing any harm. ഒരു മനുഷ്യനിൽ നിന്ന് ഒരു മനുഷ്യനിൽ ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ട്, ബട്ട് നമ്മുടെ ബോഡിക്ക് ഒരു ദൂഷ്യഫലവും ഒന്നും ഇല്ല. But it is present in human being. It is called colonization. Next is HCAI, Healthcare Associated Infection. This is an acquired infection as a result of any procedures done in the hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇൻഫെക്ഷനാണ്, അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഫോർ റീയൂസിങ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എക്സെട്ര. ഇതിനെയാണ് നമ്മൾ HCAI എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്രോസ് ഇൻഫെക്ഷൻ. Cross infection is something that is also acquired in the hospital from one patient to another patient. ഒരു പേഷ്യൻറ്റിൽ നിന്ന് മറ്റൊരു പേഷ്യൻറ്റിലേക്ക് പകരുന്ന ഇൻഫെക്ഷനാണ്. ലെറ്റ്സ് സീ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ്. നമുക്കെല്ലാവർക്കും അറിയാം, no one is free from infection, especially in the healthcare sector. So, everybody must take universal precautions to be free from all infections. Now, what is standard precaution? Standard precautions are actions which have to be taken by the healthcare workers to protect patient from any infection or harm. പേഷ്യൻസിനെ ഹാമിൽ നിന്നോ ഇൻഫെക്ഷനിൽ നിന്നോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ. ലെറ്റ്സ് സീ ദ ഫ്യൂ തിങ്സ് അണ്ടർ ദിസ്. 5 moments ഓഫ് ഹാൻഡ് വാഷിംഗ്. ഒരു പേഷ്യൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് മുൻപേ അതിനുശേഷവും, ഒരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും ഈ പറയുന്ന 5 രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യണം. This considers the standard precaution to make sure that your patient is not getting infected from you. Next is sharp disposal. നമ്മളൊരു പേഷ്യൻറ്റിന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഡിസ്പോസ്ഡ് പ്രോപ്പർലി. ഇഞ്ചക്ഷന് മാത്രമല്ല വേറെ ഒരുപാട് ഷാർപ്പ് നീഡിൽസ് ഒക്കെയും ഉണ്ട്. വാട്ട് എവർ യു ഡു ഫോർ ദി പേഷ്യൻറ്റ്, ഓൾ ദി ഇഞ്ചക്റ്റഡ് എക്യുപ്മെൻറ്റ് ആൻഡ് അതർ എക്യുപ്മെൻറ്റ് ഹാസ് ടു ബി ഡിസ്പോസ്ഡ് പ്രോപ്പർലി. Now, correct use of PPE, personal protective equipment. Healthcare workers protective also, this will help patient to protected from infections. Make sure that the correct use of PPE. Next, use of decontaminated equipments. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്യുപ്മെൻറ്റ് സ്റ്റെറൈൽ ആയിരിക്കണം, ക്ലീനും ആയിരിക്കണം. ക്ലീൻ എക്യുപ്മെൻ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പ്രോപ്പർലി ഡിസിൻഫെക്റ്റഡ് ആയിരിക്കണം. ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ട സമയത്ത് ഡിസിൻഫെക്റ്റ് ചെയ്യുക. സേഫ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഓരോ ഷിഫ്റ്റിലും അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിനുമുള്ള പോളിസി അനുസരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തിരിക്കണം. And the last one is management of linen. Hospital linen has to be properly disposed and properly washed and taken care. So, these are some of the standard precautions and prevention in the hospital. Next is about chain of infection. Infection എന്ന് പറയുന്നത് ഒരു ചെയിൻ ആണ്, ഒരു ദിവസം സംഭവിക്കുന്ന കാര്യമല്ല. Let's see what is it. So, just look at the chain of infection. I am going to show a picturized representation of that. Okay, this is the chain of infection. So, first there is a pathogen.
Second, there will be reservoir source. Then exit portal, route of transmission, entry portal, and susceptible host. Under this, we are going to the next topic is signs and symptoms of infection. What are the signs and symptoms of infection? First one is heat. Patient will be warm or the temperature will be high. There will be of swelling. ഒരു പെർട്ടിക്കുലർ ഏരിയ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ ഏരിയ സ്വെൽ ആകും. ദർ വിൽ ബി പസ് ഫോർമേഷൻ ആൻഡ് ദെൻ ദർ വിൽ ബി പെയിൻ. ആഫ്റ്റർ ദിസ് ഏരിയ വിൽ ബി റെഡ് ആൻഡ് ദർ വിൽ ബി മലേസ് ആൻഡ് ദിസ് ഈസ് ജനറലൈസ്ഡ്. So, these are the main signs and symptoms of infection. Next topic is color coding. Color coding is very important in waste management. First one is yellow. Yellow is disposed by incineration. ഇതിൽ വരുന്നത് ഡയഗ്നോസ്റ്റിക് എക്സാമിനേഷൻ യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, ഏപ്രൺസ്, ഡ്രസ്സിങ് ഇങ്ങനെയുള്ള കാര്യമൊക്കെയാണ്. ഇൻസിനറേഷനിൽ ഇടുന്നത് ഈ ടൈപ്പ് ഓഫ് വസ്തുക്കളാണ്. ഇതൊക്കെ ഡയറക്റ്റ് ഡിസ്പോസൽ ചെയ്യുവല്ല, പകരം യെല്ലോ ബാഗിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്. These things collected in the yellow bag and this is higher chance of contamination. Second one is red bag, anatomical waste for incineration. ഇതും ഇൻഫെക്റ്റഡ് ആണ്. ദറ്റ് ഈസ് പേഷ്യൻറ്റിൻ്റെ ബോഡി പാർട്ട് റിമൂവ് ചെയ്താൽ ആ പാർട്ട് ഇടുന്നത് റെഡ് ബാഗിൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റിന് ഉപയോഗിച്ച ട്രാൻസ്ഫ്യൂസ് ചെയ്ത ബ്ലഡ് ബാഗ്, ഷംസ്, ബ്ലഡ് പ്രിസർവ്സ് ഇതൊക്കെയാണ് ഈ ബാഗിൽ നമ്മൾ ഇടുന്നത്. ദീസ് മെനി തിങ്സ് ആർ കളക്റ്റഡ് ഇൻ ദിസ് റെഡ് ബാഗ്. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ബ്ലാക്ക് ബാഗ്. ബ്ലാക്ക് ബാഗിൽ എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? യൂഷ്വലി ഡൊമസ്റ്റിക് വേസ്റ്റ് ഓർ മുനിസിപ്പൽ വേസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഹൗസ് ഹോൾഡ് വേസ്റ്റ്, ഡിസ്പോസിബിൾ കപ്സ്, സാൻഡ്വിച്ച് പേപ്പേഴ്സ്, അതായത് സാധാരണ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പേപ്പർ, അതായത് കണ്ടാമിനേറ്റഡ് അല്ലാത്ത പേപ്പർ, റീയൂസ് ചെയ്യാൻ പറ്റാത്ത പേപ്പർ, ഇതൊക്കെയാണ് കൂടുതലായി ബ്ലാക്ക് ബാഗിൽ വരുന്നത്. ഫോർത്ത് വൺ ഈസ് ബ്ലൂ ബാഗ്. മെഡിസിനൽ വേസ്റ്റ്, അഗെയിൻ ഫോർ ഇൻസിനറേഷൻ. ഫോർ എക്സാമ്പിൾ, എക്സ്പയർഡ് മെഡിസിൻസ്, എക്സ്പയർഡ് ആയ മെഡിസിൻസ് ഡിസ്പോസൽ ചെയ്യുന്നതിനാണ് ബ്ലൂ ബാഗ് യൂസ് ചെയ്യുന്നത്. ചുമ്മാതെ നമുക്ക് ഡിസ്പോസൽ ചെയ്യാനായിട്ട് പറ്റില്ല. ടാബ്ലറ്റ്സ്, പാഡ്സ്, ബോട്ടിൽ ലിക്വിഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. വി ഹാവ് വൺ മോർ, വൈറ്റ് ബാഗ്. അമാൽഗം വേസ്റ്റ്, അതായത് യൂഷ്വലി വരുന്നത് അമാൽഗം വേസ്റ്റിൽ ഡെൻ്റൽ വേസ്റ്റ് ആണ്. മെയിൻലി ഇത് മാത്രമേ വൈറ്റ് ബാഗിൽ വരുന്നുള്ളൂ. സോ മൾട്ടിപ്പിൾ ചോയ്സിൽ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. സോഴ്സ് ഐസൊലേഷൻ പ്രിൻസിപ്പിൾ ഓഫ് കെയർ. യൂസ് ചെയ്ത ലിനൻ എങ്ങനെ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നതാണ് ഇവിടെ. സോ വി ഹാവ് ടു ബൈ ഹേർഡ് ദിസ്. മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ എ റെഡ് വാട്ടർ സോലുബിൾ അൽജിനേറ്റ് പോളിഎത്തിലീൻ ബാഗ്. ഇതിനകത്തുള്ള എല്ലാ ടേംസും ഓർത്തിരിക്കുക. അതായത് റെഡ്, വാട്ടർ സോലുബിൾ, അൽജിനേറ്റ്, പോളിഎത്തിലീൻ ബാഗ്. ഈ വേർഡ്സ് സെപ്പറേറ്റ് ഓർത്തിരിക്കുക. വി ക്യാൻ എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐസൊലേഷൻ റൂമിൽ നമ്മളൊരു ഓറഞ്ച് ബാഗ് കീപ്പ് ചെയ്യും, ആ റൂമിലെ എല്ലാ വേസ്റ്റും ഡിസ്പോസൽ ചെയ്യാനായിട്ട്. ഇൻ ഐസൊലേഷൻ വി വെർ ഗിവൺ ആൻ ഓറഞ്ച് ബാഗ് ടു കളക്ട് ഓൾ വേസ്റ്റ് മെറ്റീരിയൽസ്. സോ പ്ലീസ് റിമെമ്പർ ദിസ്. Now we see about a wound management. How to manage the wound? There are four main types of wounds. First one physical, second one mechanical, third one thermal, and fourth one any medical or physiological disorder. Physical damage, pressure ulcers എന്തെങ്കിലുമൊക്കെയാണ് ഇതിൽ വരുന്നത്. സെക്കൻഡ് മെക്കാനിക്കൽ, ഇതിൽ വരുന്നത് any abrasions, any graves, laceration, surgical wound, bullet wound, any bite, inside bite or anything. These are coming under this mechanical wound. Third, thermal damage, heat കാരണം ഉണ്ടാകുന്ന ഡാമേജ്. ഫോർ എക്സാമ്പിൾ, ഫ്ലെയിംസ്, ഫ്രോസ്റ്റ് ബൈറ്റ്സ്, കെമിക്കൽസ്, റേഡിയേഷൻസ്, ഫ്രിക്ഷൻ ആൻഡ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് വൺ, any medical or physiological disorder. Autoimmune disorder, endocrine disorder, dermatological, hematological and also systemic infection ഒക്കെയാണ് ഈ സെക്ഷനിൽ ഉണ്ടാകാവുന്ന wound. Let's see about wound healing. What's wound healing? Wound healing is a physiological process that repairs and restores the damaged skin. അതായത് ഡാമേജ് ആയ സ്കിന്നിനെ റീപ്ലേസ് ചെയ്യുന്നു, നോർമൽ ആക്കുന്നു. റിമെമ്പർ ദാറ്റ് വൺ. നെക്സ്റ്റ് വൺ ഈസ് ആക്റ്റീവ് വൂണ്ട്സ്.
Active wounds take around 4 to 6 weeks healing time without any complications. കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ തന്നെ 4 to 6 വീക്സ് കൊണ്ട് ഹീൽ ആവുന്നു. റിമെമ്പർ ദിസ് പോയിന്റ് ആൻഡ് ദിസ് ടൈമിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ക്രോണിക് വൂൺസ്. ഇതിന് എന്തെങ്കിലും ഒരു അണ്ടർലൈൻ പത്തോളജി ഉണ്ടാവാം, അല്ലെങ്കിൽ അസോസിയേറ്റഡ് ഇഷ്യൂ കൂടി ക്രോണിക് വൂണ്ടിന് ഉണ്ടാവാം. ആ ഒരു പെർസിസ്റ്റഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഈ ക്രോണിക് വൂൺസിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. ഇനി ക്രോണിക് വൂൺസ് ഹീൽ ചെയ്യുന്നതിന് മുൻപ് ഇതിനകത്തൊരു ഗ്രാനുലേഷൻ പ്രോസസ്സ് സംഭവിക്കുന്നുമുണ്ട്. ഒരു ഗ്രാനുലേഷൻ ഫേസ് ഈസ് ഹാപ്പനിങ് ഹിയർ. എക്സാമ്പിൾസ് പ്രഷർ അൾസേഴ്സ്, സർജിക്കൽ വൂൺസ് എക്സെട്ര. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോൺ ഹീലിംഗ് വൂൺസ്. അതായത് മാലിഗ്നന്റ് ഫംഗേറ്റിംഗ് വൂണ്ട്, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ എന്ന് തന്നെ തോന്നിക്കുന്ന പെർസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാലിഗ്നന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന വൂണ്ടാണ് നോൺ ഹീലിംഗ് മാലിഗ്നന്റ് വൂണ്ട്. ഹൗ ടു മാനേജ് മാലിഗ്നന്റ് ഫംഗേറ്റിംഗ് വൂണ്ട്? കാരണം നമുക്കറിയാം, എന്നും ഒരു പേഷ്യൻറ്റിന് സ്ഥിരം ഈ കണ്ടീഷൻ ആണെങ്കിൽ ദേ വിൽ ബി വെരി മച്ച് ഡിസ്റ്റർബ്. സോ ദ മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Primary goal is to maximize the patient's comfort and control symptoms such as X-rate order of pain. അതായത് പേഷ്യൻ്റെ കംഫർട്ട്. ഇപ്പോൾ കാലിലാണ് ഒരു വൂണ്ട് ഉള്ളതെങ്കിൽ അയാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആ വൂണ്ട് വെച്ച് നടക്കാൻ പറ്റണം. അതാണ് പ്രൈമറി ഗോൾ. പേഷ്യൻറ്റിനെ കംഫർട്ട് ആൻഡ് ഈസ് ആക്കുക. അതുപോലെ തന്നെ അതിൽ നിന്ന് ഡ്രെയിൻ ഉണ്ടാവും, സ്മെൽ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ മാനേജ്മെൻറ്റ് കൊടുക്കുക എന്നതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. അതിനുശേഷം രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് ടിഷ്യൂ വയബിലിറ്റി സർവീസ്. നോൺ ഹീലിംഗ് ആയിട്ടുള്ള വൂണ്ട് നമ്മൾ ഉറപ്പായിട്ടും ടിഷ്യൂ വയബിലിറ്റി സർവീസ് അപ്രോച്ച് ചെയ്തിരിക്കണം. Ensure the patient is getting that service. Moving to the next category, pressure ulcer category. ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? Intact skin. The next one is partial thickness. Shallow ulcers, sign of small ulcers. ചെറിയ ഒരു അൾസറിൻ്റെ സൈൻ മാത്രമേ ഉണ്ടാവൂ. And the next one is a full thickness. In this category, you can see subcutaneous fats. Subcutaneous fat include ചെയ്യുന്നത് full thicknessലുള്ള ഒരു പ്രഷർ സെല്ലിൽ ആണ്. The next one is a full thickness with exposed muscle or tendon. ഇതിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ടൈം. T is tissue. എപ്പോഴും ഓർത്തിരിക്കുക, T is tissue. I denote ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ. M denote ചെയ്യുന്നത് മോയ്സ്ചർ ബാലൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് E. E denote ചെയ്യുന്നത് എഡ്ജ് അഡ്വാൻസ്മെൻറ്റ്. അതായത് പ്രഷർ അൾസർ ഇൻറ്റൻസിറ്റി എത്രയുണ്ടെന്നുള്ളതാണ് ഇതുവഴി ഡിനോട്ട് ചെയ്യുന്നത്. സോ T ഈസ് ടിഷ്യൂ, I ഈസ് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ, and M ഈസ് മോയ്സ്ചർ ബാലൻസ്, ആൻഡ് E ഈസ് ഫോർ എഡ്ജ് അഡ്വാൻസ്മെൻറ്റ്.